ഹായ് മകൾസ്, വെൽക്കം ബാക്ക് ടു എൻ വി ഡി ക്ലാസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അത് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടേ ഈ വീഡിയോ കാണാവൂ. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയും, സാർ കൂളംസ് ലോ നമുക്ക് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ആണ് തരിക. പക്ഷെ ആക്ച്വലി കൂളംസ് ലോ യൂസ് അതല്ല. കൂളംസ് ലോ എന്തിനാന്ന് വെച്ചാൽ സംഭവം ഫോഴ്സ് ആണ് തരിക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് തരിക രണ്ട് ചാർജുകൾക്കിടയിൽ. പക്ഷെ അതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, E=F/Q. ആ എഫ് നമുക്ക് തരുന്നത് കൂളംസ് ലോ ആണ്. അപ്പോ കൂളംസ് ലോ എന്തിനാന്ന് ചോദിച്ചാൽ ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ പറയാം. അപ്പൊ എന്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്? പോയിന്റ് ചാർജുകളുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കൂളംസ് ലോ നമുക്ക് തരിക. പക്ഷെ ചില കണ്ടീഷനിൽ പോയിന്റ് ചാർജുകളല്ല. ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു വയർ എടുക്കുകയാണ്. ഈ വയറിൽ ഒരിക്കലും ഒരു പോയിന്റ് ചാർജ് അല്ല. ഈ വയറിൽ ഇരിക്കുന്ന ചാർജ് കണ്ടിന്യൂസ് ചാർജ് ആണ്, തുടർച്ചയായിട്ടിരിക്കുന്നത്. കാരണം ഒരു ചാർജ് അല്ല, കുറെ ചാർജുകൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂളംസ് ലോ വാലിഡ് അല്ല. അപ്പൊ നമ്മൾ പുതിയൊരു ലോ ഉണ്ടാക്കും, പുതിയൊരു ലോ പറയും. ആ ലോനെ നമ്മൾ പറയുന്ന പേരാണ് ഗോസസ് ലോ. അപ്പൊ ഈ ഗോസസ് ലോ ഒക്കെ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഒന്ന് രണ്ട് ടേംസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഐഡിയ മനസ്സിലാവണം. എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് എ ചാർജ് സ്പ്രെഡ് കണ്ടിന്യൂസ്ലി ഓവർ എ ലെങ്ത്, സർഫേസ് ഓർ വോളിയം റാദർ ദാൻ ബീങ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മൾ പോയിന്റ് ചാർജുകളെ കുറിച്ചിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. കുറെ ചാർജുകളുണ്ട്, കണ്ടിന്യൂസ് ചാർജുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വയർ ഒരു കണ്ടിന്യൂസ് ചാർജ് ആണ്. അപ്പോ വയറ് ഒരു കണ്ടിന്യൂസ് ചാർജ് ആയതുകൊണ്ട് ആ വയറിന്റെ അകത്തുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി വയറ് മാത്രമല്ല, ഞാനൊരു ഷീറ്റ് എടുക്കുകയാണ്. ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഷീറ്റ്. എന്നിട്ട് അതിൽ കുറെ ചാർജ് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചാർജ് അല്ല, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ചാർജുകൾ. ഇപ്പൊ ഒരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഷീറ്റിനകത്ത് കുറെ ചാർജുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ചാർജുകൾ എല്ലാം കൂടെ ചേർത്ത് കണ്ടിന്യൂസ് ചാർജ് ആയി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യണത് ഇവിടെ പറയാൻ പോണത്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ലെങ്തിലോ ഏരിയയിലോ അല്ലെങ്കിൽ വോളിയത്തിലോ ഒക്കെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ അല്ലേ? അതിന്റെ എക്സാമ്പിൾ ആണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടർ അലോങ് എ വയർ. ഞാൻ പറഞ്ഞു വയറിന്റെ അകത്തുള്ള ചാർജ് ഡിസ്ട്രിബ്യൂട്ടർ ഓവർ എ ഷീറ്റ്. ഒരു ഷീറ്റിന്റെ അകത്ത്, ഒരു മെറ്റാലിക് ഷീറ്റിന്റെ അകത്തുള്ള ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എന്തിന്റെ സംഭവമാണ്? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. ഇപ്പൊ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ ഈ വയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. അത് നമുക്ക് കൂളംസ് ലോ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് എന്ത്? ഗോസസ് ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ചാർജ് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് ഏരിയ ഓർ യൂണിറ്റ് വോളിയം. ഇപ്പോ ഒരു യൂണിറ്റ് ലെങ്ത്, ഒരു കഷ്ണം വയർ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയ, ഒരു കഷ്ണം ഷീറ്റ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോളിയം. ഒരു സപ്പോസ് എടുക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിച്ചത്, ഒരു യൂണിറ്റ് വോളിയം. അത്തരത്തിലുള്ള യൂണിറ്റ് വോളിയത്തിലും യൂണിറ്റ് ഏരിയയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ചാർജ് ഡെൻസിറ്റി. ക്ലിയർ അല്ലേ? ആ ചാർജ് ഡെൻസിറ്റിയിൽ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഇത് 3 നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വയറിന്റെയും ഷീറ്റിന്റെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുമ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 ടൈപ്പ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? ലാംഡ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് റെപ്രസെന്റ് ചെയ്യുക. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലെങ്ത്, ഒരു വയറിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ചാർജ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ലാംഡയാണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, Q/L. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് കൂളം, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, കൂളം പെർ മീറ്റർ. അതാണ് ഇതിന്റെ യൂണിറ്റ്, ലീനിയർ ചാർജ് ഡെൻസിറ്റിന്റെ യൂണിറ്റ്. ഇനി അതേപോലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ചാർജ് ഡെൻസിറ്റി ആണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി, ഏരിയ ചാർജ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷീറ്റ്, അത് നമുക്ക് ഏരിയ വേണമെന്ന് പറയാം, ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഷീറ്റിൽ അടങ്ങിയിരിക്കുന്ന യൂണിറ്റ് ഏരിയയിൽ അടങ്ങിയിരിക്കുന്ന ചാർജ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സിഗ്മ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയയുടെ ഇക്വേഷൻ വരിക സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എന്നാണ് വരിക. ക്ലിയർ അല്ലേ? അതിന്റെ യൂണിറ്റ് എന്താ വരിക? ചാർജിന്റെ യൂണിറ്റ് കൂളം, ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ യൂണിറ്റ് എന്താ വരിക? കൂളം പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, വോളിയം ചാർജ് ഡെൻസിറ്റി. എന്താണ്? ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഒരു വോളിയത്തിനകത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ്, അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക റോ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? റോ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് വോളിയം ക്യൂ ഡിവൈഡഡ് ബൈ വി. ക്ലിയർ അല്ലേ? അതിന്റെ യൂണിറ്റ് എന്താ വരിക? കൂളം പെർ മീറ്റർ ക്യൂബ്. ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് ഇത് രണ്ടുമാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, പക്ഷെ എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റിയും സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യണം? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. അതേപോലെ സർഫേസ് ചാർജ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗോസസ് ലോ. ഗോസസ് ലോ എല്ലാ സമയത്തും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഗോസസ് ലോ. ഗോസസ് ലോ ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മൾ അപ്ലിക്കേഷൻസ് ഒക്കെ ഗോസസ് ലോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ പഠിക്കും. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്താണ് ഗോസസ് ലോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ സപ്പോസ് എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു, പ്ലസ് ക്യൂ എന്നൊരു ചാർജ്. ഇതൊരു പ്ലസ് ക്യൂ എന്നൊരു ചാർജാണ്. ഈ ചാർജ് ഞാനൊരു ബലൂണിന്റെ ഉള്ളിൽ വെക്കുകയാണ് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ബലൂൺ. ഒരു വലിയൊരു ബലൂണിന്റെ അകത്ത്, ഒരു സ്ഫെറിക്കൽ ബലൂണിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ചാർജിനെ വെക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇതെന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയാ പോവുക? സ്വാഭാവികമായിട്ട് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ടുണ്ടാവും, 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 ഇങ്ങോട്ടുണ്ടാവും. അങ്ങനെ ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സപ്പോസ് ഞാൻ ഈ സർഫേസിൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുക്കുക എന്ന് വിചാരിച്ചു. ഒരു പോയിന്റ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ പോയിന്റിലേക്ക് ഒന്ന് കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് ആ പോയിന്റിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്. എന്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? ഈ പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതൊരു സർഫേസ് ആയിട്ട് നമുക്ക് എടുത്തുകൂടെ? ഒരു സ്ഫെറിക്കൽ ബലൂണിന്റെ ഒരു ബലൂൺ അല്ലേ? ആ ബലൂണിനെ നമ്മൾ സ്ഫെറിക്കൽ സർഫേസ് ആയിട്ട് എടുത്തുകൂടെ? ആ സ്ഫെറിക്കൽ സർഫേസിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഫെറിക്കൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് കടന്നു പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. ഈ സ്ഫെറിക്കൽ സർഫേസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗോസിയൻ സർഫേസ് എന്നാണ് പറയാ. ഗോസിയൻ സർഫേസ് എന്നാണ് നമ്മൾ ഈ സ്ഫെറിക്കൽ സർഫേസിനെ പറയാം. അപ്പോ നമ്മൾ ഗോസിയൻ സർഫേസിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് എടുക്കുന്ന സമയത്ത് ആ പോയിന്റിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അതെങ്ങനെ കടന്നു പോകുന്നത്? 90 ഡിഗ്രിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ത്രൂ എ സർഫേസ്. ഒരു സർഫേസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഫ്ലക്സ് ഉണ്ടാവൂലേ? ഈ ഗോസിയൻ സർഫേസിൽ മൊത്തം ഫ്ലക്സ് ഉണ്ടാവൂലേ? സ്വാഭാവികമല്ലേ? കാരണം ഇവിടെയൊക്കെ എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് എന്ത് തരിക? ഗോസസ് ലോ തരിക. ക്ലിയർ അല്ലേ? ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ φe ആയിരിക്കും. ആ φe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ സർഫേസിന്റെ അകത്തുള്ള ചാർജ്, ടോട്ടൽ ചാർജ്, ആ ചാർജിന് 1/ε0 ടൈംസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗോസസ് ലോ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോ ഒരു ക്ലോസ്ഡ് സർഫേസിന്റെ അകത്ത് അല്ലെ ഒരു ക്ലോസ്ഡ് സർഫേസിലൂടെ ഉള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോസ് സർഫേസിന്റെ അകത്തുള്ള ചാർജിന് 1/ε0 ടൈംസ് ആയിരിക്കും. ഇപ്പോ 2 ടൈംസ് ഓഫ് എക്സിന് നമ്മൾ 2x എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്യൂന് എത്ര ടൈംസ് ആണ്? 1/ε0 ടൈംസ് ആണ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗോസസ് ലോ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോ ഡെഫിനിഷൻ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through a closed surface is equal to 1/ε0 times
the charge inside that surface, that closed surface. Clear അല്ലേ? എന്താണ്? The total electric flux through a closed surface is equal to 1 by epsilon 0 times the charge inside that closed surface. അപ്പോ ഒരു ക്ലോസ്ഡ് സർഫേസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോസ് സർഫേസിന്റെ അകത്തുള്ള ചാർജിന്റെ 1 by epsilon 0 ടൈംസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗോസസ് ലോ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത്. അത് നമ്മൾ പ്രൂഫ് പറയുമ്പോൾ പറയും. അതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൂഫ് ഓഫ് ഗോസസ് ലോ ആണ്. പ്രൂഫ് ഓഫ് ഗോസസ് ലോ. പ്രൂഫ് ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോന്റെ പ്രൂഫ് എങ്ങനെയാണ്? എന്താണ് ഗോസസ് ലോന്റെ ഇക്വേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈ ഈസ് ഈക്വൽ ടു 1 by epsilon 0 into q. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈ ഈസ് ഈക്വൽ ടു q by epsilon 0. ഇതാണ് ഈ ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഗോസസ് ലോ. നമ്മൾ ഈ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് പറയാൻ പോണത്. ഓക്കെ അല്ലേ? അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തൊരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ? ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ആണ്. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ, എല്ലാവർക്കും അറിയാം. നമ്മൾ മറ്റൊരു ഫോമും കൂടെ ഇതിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഇങ്ങനൊരു ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രൂഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫ്ലക്സിന്റെ ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യണത്. അപ്പോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരിപാടികളോടെയും ചെയ്യാം. ഒരു പ്ലസ് ക്യൂ ചാർജ് എടുത്തു. പ്ലസ് ക്യൂ ചാർജ് ശരിയല്ല, ഒരു പ്ലസ് ക്യൂ ചാർജ് എടുത്തു. ഗോസിൻ സർഫേസ് ആണ്, ഗോസിൻ സർഫേസ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഫീൽഡ് ലൈനാണ്. ഇങ്ങനത്തെ ഫീൽഡ് ലൈന് ഇങ്ങോട്ടുണ്ടാവും, 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 ഇങ്ങോട്ടുണ്ടാവും. ഇതൊക്കെ ആരോ ഔട്ട്വേർഡ്സ് ആണ്, കാരണം റേഡിയലി ഔട്ട്വേർഡ് ആയതുകൊണ്ട്. ഓക്കെ, സപ്പോസ് ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഈ പോയിന്റിൽ ഞാൻ +1 എന്ന ചാർജിന് വെച്ചു. ഓക്കെ ആണോ? റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, +1 അപ്പുറത്ത് വെക്കാം, +1 ചാർജ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന ഈ ഡയറക്ഷൻ ആണ്. ഇതാണ് സർഫേസ്. അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് എന്താണ് വേണ്ടത്? അവിടുത്തെ ഫ്ലക്സ് ആണ്. ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ. അപ്പോ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവുമല്ലോ, കാരണം ഈ ഗോസിയൻ സർഫേസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ലൈൻ കടന്നുപോകുന്നത്. 90 ഡിഗ്രിയാണ്. അപ്പോ അവിടെ ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് എനിക്ക് കണ്ടുപിടിക്കണം. ആ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് അറിയണം. പിന്നെ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എങ്ങനെ എഴുതുക? ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എ കോസ് തീറ്റ എന്നാണ് പറയുക, അല്ലെ? അപ്പോ തീറ്റ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഡി എ ആൻഡ് ഇ. അപ്പോ ഞാനൊരു +1 ചാർജ് ഇവിടെ വെക്കുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചെറിയൊരു യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ അല്ലെങ്കിൽ ആ യൂണിറ്റ് ഏരിയയുടെ ഏരിയ വെക്ടർ ഡി എ, അത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ സർഫേസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇയും ഉണ്ടാക്കുന്ന ആംഗിളും അല്ലെ ഇയും ഡി എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റ ഈക്വൽ ടു എത്രയാണ്? 0 ഡിഗ്രിയാണ്. സംശയമൊന്നുമില്ല, രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോ ഇവിടെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്, 0 ഡിഗ്രിയാണ് വരിക. സംശയമൊന്നുമില്ല, 0 ഡിഗ്രിയാണ് വരിക. ഓക്കെ അല്ലെ? ഇയും ഡി എയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ആംഗിൾ എത്രയാണ്? തീറ്റ എത്രയാണ്? 0 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ cos 0 എന്ന് വരും. cos 0 ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ ഈ cos 0 ഇവിടെ 90 കൊടുക്കുന്ന സമയത്ത് ഈ cos ടേം അങ്ങ് പോകും. അപ്പൊ എന്താ വരിക? ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എ എന്ന് വരും. ഓക്കെ അല്ലെ? ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വേണം. ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനാണ് ഞാൻ ഇവിടെ എന്ത് കൊണ്ടുവച്ചത്? +1 ചാർജിന് വെച്ചത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ +1 ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം, എന്താണ്? Q ഈസ് ഈക്വൽ E ഈസ് ഈക്വൽ ടു KQ ബൈ R² ആണ്. പഠിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് R ആണെന്ന് കരുതിക്കോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് കരുതിക്കോ. ഇവിടുത്തെ ചാർജ് എന്താണ്? 1 ആണ്. അല്ല, ചാർജ് എന്താണ്? വെക്കുന്ന ചാർജ് എന്താണ്? +1 ആണ്. അപ്പൊ നമുക്കറിയാം ഈ ചാർജ് വേണം. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും?
ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്താണ് വരിക? ഇ ഈസ് ഈക്വൽ ടു കെ തന്നെയാണ് ഇവിടെ. കെ കോൺസ്റ്റന്റ് ആണ്, ക്യൂ നമ്മൾ ഈ ചാർജ് ആണ്, ഡിസ്റ്റൻസ് എന്താണ്? അപ്പൊ ഈ സെയിം ഇക്വേഷൻ നമുക്ക് എന്ത് ഇവിടെ എടുത്ത് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഈ ഇന്റഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഈ അകലത്തിൽ എവിടെ എടുത്താലും ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇപ്പൊ നോക്കുക, ഈ അകലം എവിടെയാണ്? ഈ അകലം ഇവിടെയാണ്. ഈ പോയിന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ അകല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസിൽ ഞാൻ എവിടെ എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വിധേയമാക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോ എങ്ങനെ എഴുതാൻ പറ്റും? ഫൈ ഇ ഈസ് ഈക്വൽ ടു ഈ ഇന്റഗ്രൽ ഡി എന്ന് എഴുതാം. ഈ ഇന്റഗ്രൽ ഡി എ. അപ്പൊ എന്താണ് ഈ ഇന്റഗ്രൽ ഡി എ? ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡി എ എന്നൊരു സ്മോൾ ഏരിയ ആണ് അല്ലെ? അപ്പോ ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു സാധനത്തിനെ വലുതാക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഉള്ളത് ഡി എ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഡി എ എന്നുള്ളത് ചെറിയ ഏരിയ ആയിരുന്നു. പക്ഷെ ഇന്റഗ്രൽ ഡി എ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എനിക്ക് കിട്ടും. നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ ഗോസിയൻ സർഫേസ്. ഈ ഗോസിയൻ സർഫേസിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എനിക്ക് എന്ത് കിട്ടും? ഗോസിയൻ സർഫേസ് ആണ്. ഗോസിയൻ സർഫേസിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. അപ്പൊ ഇതൊരു സ്ഫെറിക്കൽ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സർഫേസ് ഏരിയ ഓഫ് സ്ഫിയർ എന്താണ്? 4πr² ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എന്റെ ആൻസർ എന്താ വരിക? 4πr² ആണ്. എന്താണ്? സ്ഫെറിക്കൽ സർഫേസ് ഏരിയ. സ്ഫെറിക്കൽ സർഫേസ് ഏരിയ എന്തിന്റെ വേണമെങ്കിൽ എഴുതാം? ഗോസിയൻ സർഫേസ് അല്ലെങ്കിൽ ഓഫ് ഗോസിയൻ സർഫേസ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായി ഇ യു ആയി, ഡി എ യു, ഇന്റഗ്രൽ ഡി എ യു ആയി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഫൈ ഇ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ ക്യൂ ഡിവൈഡഡ് ബൈ r² ഇൻറ്റു കെ എന്താണ്? കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0. അപ്പോ അതവിടെ കൊടുക്കാം. 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r² ഇൻറ്റു എന്താണ് പറയൂ? ഇന്റഗ്രൽ ഡി എ 4πr² ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ 4πയും 4πയും ക്യാൻസൽ ചെയ്തൂടെ? r² ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഫൈ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഉണ്ടാവും, ε0 ഉണ്ടാവും. ക്യൂ ഡിവൈഡഡ് ബൈ ε0 തന്നെയല്ലേ നമ്മുടെ ഗോസസ് ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ε0 ടൈംസ് ഓഫ് ചാർജ് ആണ്. നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് എന്ത്? ഗോസസ് ലോന്റെ പ്രൂഫ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് നോക്കുക. കൃത്യമായി നോട്ടിൽ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ചിലപ്പം എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാം. പ്രൂഫ് ഓഫ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം, പ്രൂഫ് ഓഫ് ഗോസസ് ലോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു, അല്ലെ ഫൈ ഈക്വൽ ടു Q/ε0 എന്നൊക്കെ ചോദിക്കാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ആണ്. ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. ഇപ്പൊ നോക്കൂ, നമുക്ക് രണ്ട് ഇക്വേഷൻ അറിയാം. ഒരു ഇക്വേഷൻ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ അറിയാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുത്തു. അതേപോലെ നമുക്ക് ഗോസസ് ലോന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് ഗോസസ് ലോന്റെ ഇക്വേഷൻ? ഫൈ ഇ ഈസ് ഈക്വൽ ടു Q/ε0 അല്ലെ? Q/ε0. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. രണ്ടു സ്ഥലത്തും ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിന് ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു Q/ε0. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ എന്ന് പറയാം. ഇവിടെ ഈ ഇന്റഗ്രേഷൻ ഒരു സർക്കുലർ ഇന്റഗ്രൽ, ഒരു വട്ടം കൊടുക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ. എന്നാൽ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ. എന്താണ് ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഗോസിയൻ സർഫേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് അടഞ്ഞു കിടക്കുന്ന സർഫേസ് ആയിരിക്കും. അപ്പൊ അത് ആ ഇന്റഗ്രേഷൻ നമ്മൾ പറയുന്ന പേര്, ആ സർഫേസിലൂടെ ഇന്റഗ്രേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്ലോസ്ഡ് ഇന്റഗ്രേഷൻ എന്ന് പറയാം, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു Q/ε0. Q എന്താണ്? ചാർജ് ആണ്. ഇ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. വേണമെങ്കിൽ എഴുതാം. Q എന്താണ്? ചാർജ്. ഇ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാണ് നമ്മൾ ഗോസസ് ലോ പഠിക്കുന്നത്? അതിന്റെ ഒറ്റ ആൻസറേ ഉള്ളൂ, ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ്.
ടു ഫൈൻഡ് ഇലക്ട്രിക് കണ്ട ഇക്വേഷൻ വന്നില്ലേ, ഈ എന്നൊരു സാധനം ഈ ഇക്വേഷനകത്ത് വന്നില്ലേ. അപ്പൊ ഗോസസ് ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇതിനാണ് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. ഇതാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുക, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോയില്. നമ്മൾ ഗോസസ് ലോ പല സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വയറിന്റെയും സ്ഫിയറിന്റെ ഒക്കെ അല്ല ഷെല്ലിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസസ് ലോ, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗോസസ് ലോ എന്നൊക്കെ പറയാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്താ, ഇറ്റ് ഈസ് ട്രൂ ഫോർ എനി ക്ലോസ് സർഫേസ് ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ്. എന്ന് വെച്ചാൽ ഗോസസ് ലോ ഏതൊരു ക്ലോസ് സർഫേസിനും അപ്ലിക്കബിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് ലോ എന്തിനാണ്, ഇലക്ട്രിക് ഫീൽഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് സർഫേസിൽ വേണമെങ്കിലും അത് പോസിബിൾ ആണ്. അത് ക്ലോസ് സർഫേസ് ആയാൽ മാത്രം മതി, ഇറസ്പെക്റ്റീവ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ്. ഏത് ഷേപ്പോ സൈസോ ആയിക്കോട്ടെ, ക്ലോസ് സർഫേസ് ആണെങ്കിൽ ഈ ഗോസസ് ലോ എന്താണ്, വാലിഡ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്, ദ ചാർജസ് ഇൻക്ലൂഡ്സ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദ സർഫേസ്. എന്ന് വെച്ചാൽ ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞേ. ആ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻസൈഡ് ഗോസൻ സർഫേസ് അല്ലേ. അപ്പോ അതിന്റെ അകത്ത് എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഗോസസ് ലോ പറയുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ Q1 ഉം Q2 എന്ന രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q1 പ്ലസ് Q2 എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെൻ ദ സിസ്റ്റം ഹാസ് സം സിമെട്രി. ഗോസസ് ലോ എല്ലാ സ്ഥലത്തും അപ്ലൈ ആവും, ക്ലോസ് സർഫേസ് ആയാൽ മതി. പക്ഷെ അത് യൂസ്ഫുൾ ആണ് എപ്പോ നമ്മൾ എടുക്കുന്ന വസ്തുക്കൾ സർഫേസിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും സിമെട്രി ഉണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു വയറിന്റെ കേസിൽ പഠിക്കുന്നുണ്ട്, ഒരു ഷെല്ലിന്റെ കേസിൽ പഠിക്കുന്നുണ്ട്, പിന്നെ ഒരു ഷീറ്റിന്റെ കേസിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സിമെട്രിക് ആണ്. സിമെട്രിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അല്ലാത്ത കേസിലും ക്ലോസ് സർഫേസ് ആയാൽ മതി, ഷേപ്പ് എന്തോ ആയിക്കോട്ടെ അപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇന്റഗ്രേഷൻ ഒക്കെ എന്താവും, ഭയങ്കര ടാസ്ക് ആവും, വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിമെട്രിക് ആയിട്ടുള്ള സർഫേസിൽ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് എന്ത്, സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസസ് ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് നോക്കണം. കാരണം വരാൻ പോകുന്ന 2 ലെക്ചേഴ്സ് നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ്. ആ ലെക്ചേഴ്സോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം ഒരു 2 വീഡിയോ ഒക്കെ ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ.